ഗൗരവമായി നമ്മളെ സമുദായം മനസ്സിലാക്കണം. എല്ലാവരും ഇത് ചിന്തിക്കണം. എന്നാൽ നമ്മളൊക്കെ വേണ്ടപ്പെട്ട ആളുകളാ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി. ഈ അവസ്ഥയൊക്കെ സത്യത്തിൽ ഈ സമുദായത്തിന് വരാനുള്ള കാരണം, ഈ അവസ്ഥ വരാനുള്ള കാരണം, ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള അടിസ്ഥാനപരമായ കാര്യം സത്യത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള ഇത്തരം തമ്മാടിത്തരത്തിൻ്റെ, വസ്ത്രാക്ഷേപത്തിൻ്റെ, അതുപോലെയുള്ള തിന്മയുടെ, കലയുടെയും സംഗീതത്തിൻ്റെയും സ്വാംശീകരണം നടത്തുകയും അതിൽ നിന്ന് നമ്മൾ സ്വഭാവ സംസ്കാരങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്തു എന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ ഗൗരവമായി ചിന്തിക്കണം. സഹോദരിമാർ മനസ്സിലാക്കണം, അത് ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല. നിങ്ങളും ഞാനും ഒക്കെ ഒന്നാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നമ്മൾ ഒരു രക്തബന്ധമുള്ളവരാണ്. കാരണം നമ്മളെ ബാപ്പ ഒന്നാണ് അല്ലേ? നമ്മളെ ബാപ്പ ഒന്നല്ലേ? ആരാ നമ്മുടെ ബാപ്പ? ആരാ നമ്മുടെ ഉമ്മ? ആരാ നമ്മുടെ ഉമ്മ? ഉമ്മ ആരാന്ന് മനസ്സിലായ ബാപ്പ ആരാന്ന് മനസ്സിലാവും. ഉമ്മ ആരാ? ലായാഹ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ ഉണ്ടായിട്ടുണ്ട്. ഹവ്വ റളിയല്ലാഹു എളുപ്പമുണ്ടല്ലോ പറയാം. അത് വേലായുധൻ്റെ ഉമ്മയല്ലേ? ലായാഹ് അങ്ങനെയൊക്കെ പറയാ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് ഉമ്മാത്തുൽ മുഅ്മിനീൻ, അസ്വാജുൻ നബി. അപ്പോൾ മുഹമ്മദ് നബി ആരാ? മുഅ്മിനീങ്ങൾക്ക് ബാപ്പയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അലങ്കാരികമായിട്ടാണെങ്കിലും അനലക്കും കൽ അബിർ റഹീം, ഞാൻ നിങ്ങൾക്ക് കരുണയുള്ള ബാപ്പയാണെന്ന് മുഹമ്മദ് നബി. അതാണ് അൻത ഉമ്മുൻ അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി സ്വലാത്തു അലൻ നബി. അന്ന് വെറുതെ മാമൂലാന്ന് വിചാരിക്കണ്ട. ഷഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി, ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പയെപ്പോലെയും അവിടുത്തെ ഭാര്യമാർ നമുക്ക് ഉമ്മയെപ്പോലെയുമാണെങ്കിൽ നമ്മളൊക്കെ ജ്യേഷ്ഠാനുജന്മാർ. അതാണ് അങ്ങനെ മനസ്സിലാക്കണം. അതാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. അല്ലാഹു തആല സ്നേഹബന്ധം നിലനിർത്താൻ, സ്നേഹബന്ധമല്ല രക്തബന്ധം, ഒന്നല്ലേ നമ്മൾ, ഒന്നാണു നമ്മൾ, നമ്മളൊക്കെ ഒന്നാ. അത് കേവലമുള്ള ഒരു കവിയുടെ രണ്ടല്ല രണ്ടാണു രണ്ടില്ല എന്നൊക്കെ രണ്ടുപേർ കണ്ടാൽ കുതർക്ക വിതർക്കങ്ങൾ എന്ന് പറഞ്ഞ പണിക്കരുടെ കവിത പോലെയല്ല, നമ്മൾ ഒന്ന് തന്നെയാണ്. മസലുൽ മുഅ്മിനീന ഫീ തവഅദ്ദുഹിം വതറാഹുമിഹിം കമസലിൽ ജസദിൽ വാഹിദ്. നമ്മളൊക്കെ ഒരു ശരീരം പോലെയാണെന്ന് ഹബീബായ നബി. അതുകൊണ്ട് ആ നിലക്കൻ്റെ പെങ്ങന്മാരോട് പറഞ്ഞു പോയതാണ് ദേഷ്യം. നമ്മളൊക്കെ ഒന്നാണ്. അല്ലാഹു അങ്ങനെ നിലനിർത്തട്ടെ. വളരെ ചിന്തിക്കണം. വീടിൻ്റെ ഈ മലീമസാവസ്ഥ പരിഗണിക്കണം. ഇത് നമ്മൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഗ്രഹാന്തരീക്ഷം തകർന്നു പോയാൽ വളരെ ഗൗരവമായ വിഷയമാണ് നടക്കുന്നത്. മലബാർ ബ്ലൂ ഫിലിമിന് അടിമപ്പെട്ടു പോയിരിക്കുന്നു. മലബാറിൽ 10, 11, 12, 13 വയസ്സായ കുട്ടികൾ ബ്ലൂ ഫിലിമിന് അടിമപ്പെട്ടു പോയിരിക്കുന്നു. റഹ്മത്തുള്ള മൗലവിക്ക് വെറുതെ പറയുകയല്ല, ഇതൊക്കെ ഞാൻ നടന്ന് കാണുകയാണ്, ഇതൊക്കെ ഞാൻ അന്വേഷിച്ചറിയുകയാണ്. പട്ടേലിനോട് ഗാന്ധിജി പറഞ്ഞല്ലോ, ഞാനും നിങ്ങളെ നാട്ടിൽ തന്നെയാണ് എന്നതുപോലെ. ഞാൻ എവിടെ കൂടിയാലും ചെറുപ്പക്കാരോട് ചോദിക്കാറുണ്ട്, എന്താടാ അവസ്ഥ? ആരെ കണ്ടാലും ചോദിക്കാറുണ്ട്. നോക്കൂ, നിങ്ങൾ തമാശ പറയുകയല്ല. നിങ്ങൾ 10, 11, 12, 13 വയസ്സായ നമ്മളെ കുട്ടികൾ, ബാപ്പമാര്, പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന ബാപ്പാര മക്കൾ മലബാറിൽ ബ്ലൂ ഫിലിമിന് അടിമയാണ്. വൃത്തികെട്ട നോക്കൂ നിങ്ങൾ, തമാശയല്ല ഇത് തമാശയല്ല. മലബാർ തകരുകയാണ്. പണ്ഡിതന്മാര് തമ്മിത്തച്ച് കാലം കഴിക്കുകയല്ല വേണ്ടത്. പണ്ഡിതന്മാർക്ക് ഇനി നേരം വളരെ പരിമിതമാണ്. വളരെ ഗൗരവമായ വിഷയമാണ് ഈ പറയുന്നത്. തമ്മിൽ പറയേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ആകെ കത്തിച്ചാമ്പലാകുന്നതിന് മുമ്പ് വെള്ളം കൊടുക്കുന്ന ഉത്തരവാദിത്തമെങ്കിലും നിർവഹിക്കേണ്ടതല്ലേ? ഞാൻ എൻ്റെ മനസ്സിൻ്റെ കണ്ണാടി കൊണ്ട് കണ്ടു പറയുകയാണ്. ഞാൻ വെറുതെ പറയുകയല്ല. പണ്ഡിതന്മാരിന്ന് ഏകദേശം ഒന്ന് ചേർന്ന് ആവശ്യമില്ലാത്ത കേവലം വാഗ്വാദങ്ങളിൽ നിന്ന് മാറിയിട്ട് ആത്മാർത്ഥമായി സമൂഹത്തെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ മലബാർ തകരുകയാണ്.
8000 സ്കൂൾ വിദ്യാർത്ഥികളോട് സുഗതകുമാരി ചോദിച്ചപ്പോൾ 6000 സ്കൂൾ വിദ്യാർത്ഥികളും ബ്ലൂ ഫിലിം കാണാറുണ്ട് എന്നാണ് ഇത്ര പറഞ്ഞത്. ഈ അടുത്ത് പത്രത്തിൽ സർവേ വന്നിരുന്നു. കേരളത്തിൻ്റെ പ്രധാനിയായ കവയത്രി 8000 സ്കൂൾ വിദ്യാർത്ഥികളോട് ചോദിച്ചപ്പോൾ അതിൽ 6000 സ്കൂൾ വിദ്യാർത്ഥികളും സാധാരണയായി ബ്ലൂ ഫിലിം കാണാറുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടത് തമാശ പറയാണ്? നിങ്ങളെ കുട്ടികൾ എൻ്റെ കുട്ടികൾ അതാണല്ലോ ഇപ്പോൾ ഈ അവസ്ഥ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നോക്കൂ നിങ്ങൾ ചെറുപ്പക്കാർ, നമ്മളൊക്കെ ഒരു കാലത്ത് ഒരു വഴിപോക്കൻ, നമ്മളയാളെ അറിയൂല, ഒരു വഴിപോക്കൻ, നമ്മളൊരു 10 ആൾ നിൽക്കുമ്പോൾ ഒരു വഴിപോക്കൻ ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അറിയൂല. നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ നമ്മൾ അറിയാത്ത ഒരു വഴിപോക്കൻ നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അന്ന് ഓടി വീണിട്ട് മത്സരിച്ചിട്ട് ചെയ്തിട്ടില്ലേ? എന്തേ ഈ കുട്ടികൾ ഇങ്ങനെ ആയത്? എന്തേ ഈ കുട്ടികൾ? ഇത് നിങ്ങൾ ചിരിച്ചു കേൾക്കേണ്ട വിഷയമാണ്. ഇത് ഞാൻ കരഞ്ഞു പറയാ. എൻ്റെ കുട്ടികൾ നശിച്ചു പോയല്ലോ എന്ന് കരഞ്ഞു പറയാ. ഇതിന് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ പണ്ഡിതന്മാർക്ക് കഴിയണം. പണ്ഡിതന്മാർ ഉമറാക്കൾ ചെയ്യണം. പണ്ഡിതന്മാർ കേവലമുള്ള പത്രത്തിൻ്റെ പിന്നിലുള്ള പണിയെടുക്കരുത്. പത്രത്തിൽ പണിയെടുക്കുന്ന പണി സംഘടനാ നേതാക്കന്മാർ അവസാനിപ്പിക്കണം, പണ്ഡിതന്മാർ അവസാനിപ്പിക്കണം. ഇന്ന് ഏകദേശം പണിയൊക്കെ പത്രത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ പണി നിർത്തിയിട്ട് കേവലമുള്ള ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുന്നതിന് പകരം ആൾക്കൂട്ടങ്ങളുടെ സമ്മേളനങ്ങളിൽ അഭിമാനിച്ചുകൊണ്ട് ആൾക്കൂട്ടങ്ങളുടെ സമ്മേളനങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ചെലവിട്ട്, തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള കാര്യത്തിൽ അഭിമാനിക്കുന്നതിന് പകരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അടിത്തറ ഇളകി വീഴാനായ സ്വന്തം കെട്ടിടത്തിൻ്റെ പെയിന്റിൽ അഭിമാനിക്കുന്ന വിധിയെ പോലെയാണ് ഇന്നത്തെ സമ്മേളനത്തിൻ്റെ ആൾക്കൂട്ടങ്ങളിൽ അഭിമാനിക്കുന്ന ഉലമാക്കൾ, ഉമറാക്കൾ എന്ന് സാന്ദർഭികം ഞാനിവിടെ പറയാണ്. അടുത്ത കൊല്ലം ക്ലാസ് നടത്തിയാലും വേണ്ടില്ല, അടുത്ത കൊല്ലം നടത്തിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, റഹ്മത്തുള്ളാഹിക്ക് അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വമില്ല. വളരെ ഗൗരവമായി മനസ്സിലാക്കിക്കോളൂ. ഇന്നത്തെ ഈ രീതി നമ്മൾ പോയാൽ, നമ്മളെ ഈ ആൾക്കൂട്ടങ്ങളിൽ അഭിമാനിച്ചാൽ ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. ഈ നിലവാരത്തിന് തടയിടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഏതുപോലെയാവുന്നറിയോ? അടിത്തറ തകർന്നു പോയി പൊളിഞ്ഞു വീഴുന്ന കെട്ടിടത്തിൻ്റെ ചുമരിലടിച്ച പെയിന്റിൽ അഭിമാനം പറയുന്നത് പോലെയാണ്. വളരെ ചിന്തിക്കണം. ചെലവഴിക്കുന്ന ലക്ഷങ്ങൾ സാർത്ഥകമായിട്ടുണ്ടോ എന്ന് പുനഃപരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ബാധ്യതയാണ്. നമ്മുടെ മലബാർ തകരുകയാണ്. ബ്ലൂ ഫിലിം എന്താ ഉണ്ടായത്? 19 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടിയുടെ അതിനുവേണ്ടി ഇപ്പോൾ ഒരു മൊബൈൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇല്ലേ? ഇല്ലേ എന്തേ നിങ്ങൾ മിണ്ടാതിരിക്കണില്ലേ? ഒരു മൊബൈൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആരും ഫോട്ടോ എടുത്തിട്ട് മോർഫിങ് ചെയ്യുക. എന്താ മോർഫിങ് ചെയ്യൽ? ബ്ലൂ ഫിലിമിൽ അഭിനയിച്ച ഒരു പെണ്ണിൻ്റെ മുഖത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റുക. ഈ ബ്ലൂ ഫിലിമിൽ അഭിനയിച്ച ഒരു പെണ്ണിൻ്റെ മുഖം തൻ്റെ കൂടെയുള്ള ഈ മുഖം മറ്റേ ബോഡിയിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക. നമ്മൾ ഫോട്ടോ എടുത്ത പെൺകുട്ടിയുടെ ഈ മുഖം ബ്ലൂ ഫിലിമിൽ അഭിനയിച്ച ഒരു പെൺകുട്ടിയുടെ ബോഡിയിലേക്ക് കയറ്റുക. അപ്പോൾ നമ്മെ പഠിപ്പിച്ച ടീച്ചറാണ് ബ്ലൂ ഫിലിമിൻ്റെ ആക്ടർ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ പഠിച്ചോനെ. അത് പറയേണ്ടി വന്നത് കൊണ്ടാണ്. എന്തേ ഉണ്ടായിട്ടില്ല ഈ സംഭവം? ഈ റമളാൻ മാസത്തിൽ ഉണ്ടായിട്ടില്ല ഈ സംഭവം, ഈ റമളാനിൽ ഉണ്ടായിട്ടില്ല ഈ സംഭവം, മലബാറിൽ ഉണ്ടായിട്ടില്ല ഈ സംഭവം. ഇന്നും പ്രശ്നമുള്ള ഏരിയകളിലെ മനുഷ്യന്മാർ. ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ട സഹോദരന്മാരെ, ഇതിന് പരിഹാരം വേണ്ടേ? ഇത് ഞാൻ തമാശയായി കണക്കിലെടുക്കേണ്ടതാ. ഈ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇതൊക്കെ ഈ കാസറ്റ് കേൾക്കുന്ന രക്ഷിതാക്കൾ ഗൾഫിലുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ബാപ്പമാർ ഇവിടെ ഉണ്ടല്ലോ. മക്കൾക്ക് ഇങ്ങനെയുള്ള മൊബൈലൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ബാപ്പമാർ മക്കൾക്ക് ശുഅബത്തും മിനന്നാർ, നരകത്തിലേക്കുള്ള കുണ്ടാണ് കുത്തി കൊടുക്കുന്നത്. അതുവഴി ബാപ്പാന്റെ തോളിൽ കാൽ ചവിട്ടി മക്കളും ബാപ്പയും നരകത്തിലേക്ക് ആപ്പതിക്കും. വളരെ ഗൗരവമായി ഈ വിഷയം, വളരെ സമർത്ഥമായി, വളരെ പ്രധാനമായി ഈ വിഷയത്തെ